ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബർത്ത്ഡേ വ്ളോഗുമായിട്ടാണ്. എൻ്റെ മൂത്ത മോൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ രാവിലെ നേരം വെളുത്തപ്പോൾ മുതൽ തകർപ്പം മഴയാണ്. മഴ ഇടയ്ക്കൊന്ന് തോർന്നപ്പോൾ ഞങ്ങൾ ചുമ്മാ വഴിയിലോട്ടൊക്കെ ഒന്ന് നടക്കാനിറങ്ങിയപ്പോൾ മൂത്ത ആൾക്ക് മടി, കുഞ്ഞാൾക്കാണെങ്കിൽ നടക്കുകയും വേണം. അവൻ പോയി ചേട്ടനെ കൂട്ടിക്കൊണ്ട് വരാൻ ഓടുന്നതാണ് ഈ കാണുന്നത്. വഴിയാണെങ്കിൽ കോൺക്രീറ്റ് വഴിയാണ്, മൊത്തം പായലായി കിടക്കുകയാണ്. നടപ്പാണെങ്കിൽ ഭയങ്കര റിസ്ക്കും. എങ്കിലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കുറേ നേരം നടന്ന് തിരികെ വീട്ടിൽ വന്ന് കയറി. അതിനുശേഷം ചെറിയൊരു ഷോപ്പിങ്ങിന് ഇറങ്ങി. അവൻ എന്തൊക്കെയോ വാങ്ങണമെന്ന് പറഞ്ഞ് ഒരു സ്പോർട്സ് കടയിൽ കൊണ്ടുചെന്ന് കയറി. അവന് പ്രിയം എപ്പോഴും ജേഴ്സി വാങ്ങിക്കൂട്ടുന്നതിനോടാണ്. ഡ്രസ്സും ഷൂവും ഒക്കെ അവന് പുതിയത് ഉണ്ടായിരുന്നു ബർത്ത്ഡേക്ക്, അതുകൊണ്ട് മറ്റൊന്നും വാങ്ങിയില്ല. നമ്മുടെ കുഞ്ഞാദം ഷോപ്പിൽ അവന് പറ്റിയത് വല്ലതും ഉണ്ടോയെന്ന് നോക്കുന്ന തിരക്കിലായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ലൊരു കടയായിരുന്നത്. ആദം ഓരോന്നും എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെക്കുന്ന തിരക്കിലായിരുന്നു. അപ്പോൾ ഓരോന്നിലുമൊക്കെ കയറി നോക്കുന്നുണ്ടായിരുന്ന ആൾ. അവിടുന്ന് അവന് 2 ജേഴ്സിയൊക്കെ എടുത്ത ശേഷം ഞങ്ങൾ കേക്ക് ഷോപ്പിലേക്ക് പോയി. ചാനാശ്ശേരി ക്യൂട്ടിപ്പയിൽ നിന്നാണ് നമ്മൾ മോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ മുതൽ കേക്ക് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് കേക്കൊക്കെ വാങ്ങി വീട്ടിൽ വന്നു. അതിനുശേഷം വൈകുന്നേരം ആയപ്പോൾ കേക്ക് മുറിക്കാമെന്ന് കരുതി. വലിയ രീതിയിലുള്ള സെലിബ്രേഷൻ ഒന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ വീട്ടിലുള്ളവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവന് ഡെക്കറേറ്റ് ചെയ്യുന്നതിലൊന്നും താല്പര്യമില്ല, അതുകൊണ്ട് തന്നെ ഡെക്കറേഷൻ ഒന്നും ചെയ്തുമില്ല. അവനൊരു ബലൂൺ പോലും ഇഷ്ടമല്ല. പിന്നെ എൻ്റെ നിർബന്ധത്തിന് വഴി ഹാപ്പി ബർത്ത്ഡേ എന്നൊരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചു. അതിനുശേഷം കേക്ക് ക്യാൻഡിലൊക്കെ കത്തിച്ച് വെക്കുകയാണ്. മോന് ഹാപ്പി ബർത്ത്ഡേ വിഷൊക്കെ ചെയ്ത് കേക്കൊക്കെ കട്ട് ചെയ്തു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കേക്ക് കൊടുത്തു. കേക്ക് കണ്ടാൽ പിന്നെ തേനീച്ചയുടെ കാര്യം പറഞ്ഞ പോലെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും അവസ്ഥ. അതിനുശേഷം അയൽപ്പക്കത്തുള്ള 3-4 വീട്ടിലൊക്കെ കൊണ്ടുപോയി കേക്കൊക്കെ കൊടുത്തു. പിന്നെ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേ സ്പെഷ്യലായിട്ട്. അതിനുശേഷം ഞങ്ങളെല്ലാവരും കൂടെ ബിരിയാണിയൊക്കെ കഴിച്ചു. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.